Hi students, good morning. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ in previous class to be learned on share forfeiture and reissue of shares. Share forfeiture and reissue of shares. What is a share forfeiture? Cancellation of shares. A firm cancellation of shares. When a shareholder failed to pay on allotment money or call money in the specified period. ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡറിന്റെ ഷെയർസിനെ ക്യാൻസൽ ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ പറയുന്നു ഫർഫീച്ചർ എന്ന്. എന്തുകൊണ്ട് അതിനെ നമ്മൾ ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യും, ആ ഷെയർസിനെ ഇഷ്യൂ ചെയ്യും. എങ്ങനെ? അപ്ലിക്കേഷൻ മണി എന്നും അലോട്ട്മെന്റ് മണി എന്നും അതേപോലെ ഫസ്റ്റ് കോൾ മണി എന്നും ഫൈനൽ കോൾ മണി എന്നും എന്ത് ചെയ്യും, അതിനെ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് സംടൈം എന്ത് ചെയ്യുക, ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്ത് മേടിച്ചിട്ടുള്ള വ്യക്തി, മേടിച്ചിട്ടുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, ഒരു അലോട്ട്മെന്റ് മണിയോ അല്ലെങ്കിൽ കാൽ മണിയോ പേ ചെയ്യാൻ വിട്ടുപോയാൽ, സ്പെസിഫൈഡ് പീരിയഡ് കൊടുക്കും, ആ പീരിയഡിനുള്ളിൽ പേ ചെയ്യാൻ വിട്ടുപോയാൽ ആ കമ്പനിക്ക് ആ ഷെയർസിനെ ഫർഫീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെയാണ് നമ്മൾ പറയുന്നത് ഷെയർ ഫർഫീച്ചർ എന്ന്. അതിനുള്ള ജേർണൽ എൻട്രി നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ, പ്രീവിയസ് ക്ലാസ്സിൽ ആ ജേർണൽ എൻട്രീസ് എല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനെക്കുറിച്ചുള്ള കണക്കുകളെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു. 5 മാർക്ക് ക്വസ്റ്റ്യൻസാ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മാർക്കായിട്ട് ചോദിക്കാം. ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാം, 2 മാർക്കായിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. ശരിയല്ലേ? അപ്പോ ആ 2 മാർക്ക് ചോദ്യം നിങ്ങളുടെ ബുക്കിലുള്ള കണക്ക് തന്നെ ഞാൻ ഇടാൻ പോവുക. ഒന്നും മാറ്റിയിടാൻ പോകുന്നില്ല, നിങ്ങളുടെ ബുക്കിലുള്ള കണക്ക് തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഷെയർ ഫർഫീച്ചർ നമ്മൾ നോക്കി. അപ്പൊ ഷെയർ റീ ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താ? ഷെയർസ് റീ ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഫർഫീറ്റ് ചെയ്ത ഷെയർസ് മാത്രമേ കമ്പനി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫർഫീറ്റ് ചെയ്യുന്ന ഷെയർസിനെ മാത്രമേ കമ്പനി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ റീ ഇഷ്യൂ ചെയ്യുമ്പോ മസ്റ്റ് ആയിട്ട് പാർ വാല്യൂല് ഇഷ്യൂ ചെയ്യാം, റീ ഇഷ്യൂ ചെയ്യാം, പ്രീമിയം വാല്യൂല് റീ ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ട് വാല്യൂലും റീ ഇഷ്യൂ ചെയ്യണം. ഡിസ്കൗണ്ട് വാല്യൂലും റീ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനുള്ള ജേർണൽ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അതിലുള്ള കണക്കുകളെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു, ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിന് നിങ്ങളുടെ ബുക്കിലുള്ള പേജ് നമ്പർ 50 സം നമ്പർ 15 അതിൽ ഒരു 5 കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ 5 കണക്കും ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. 5 കണക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് വരുമ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്, കണക്ക് ഞാൻ വായിക്കാമേ. ഫസ്റ്റ് വരുമ്പോ റെക്കോർഡ് ദ ജേർണൽ എൻട്രീസ് ഫോർ ഫർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഫോളോയിങ് കേസസിലുള്ള ഷെയർ ഫർഫീച്ചറിനെയും റീ ഇഷ്യൂവിനും, ഇതിനെ റീ ഇഷ്യൂ ഈ ഇവിടെ വരുമ്പോ എന്ത് ചെയ്യും, റീ ഇഷ്യൂ. അപ്പൊ ആ റീ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഇതായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എക്സ് ലിമിറ്റഡ് forfeited 750 shares of ₹10 each fully called up for non-payment of final call of ₹3 per share. അപ്പോ എത്ര ഷെയർ റീഇഷ്യൂ, എത്ര ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ, 750 ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ. എത്ര ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ, 750 ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ. എത്ര ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ, 750 ഷെയർസ് ഫർഫീറ്റ് ചെയ്യുന്നേ. ഫർഫീറ്റ് ചെയ്യുമ്പോ എന്നതാ ജേർണൽ എൻട്രി, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ to share final call account to forfeiture
ഷെയർസ് ഫർഫീച്ചർ. ഷെയർസ് ഫർഫീച്ചർ. അപ്പോ അങ്ങനെ വരുമ്പോ എത്ര ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ? 750 ഷെയർസ് ആണ് ഫർഫീറ്റ് ചെയ്യുന്നത്. എത്ര ഷെയർ ഫർഫീറ്റ് ചെയ്യുന്നേ? 750 ഷെയർസ് ആണ് ഫർഫീറ്റ് ചെയ്യുന്നത്. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ? ഒരു ഷെയറിന്റെ റേറ്റ് 10 രൂപയാണ്. ഫുള്ളി കാൾഡപ്പ. അപ്പോ 750 into 10 എത്ര വരും? 7,500. ഓക്കെ. അപ്പോ കണക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ലിമിറ്റഡ് forfeited 750 shares of ₹10 each, fully called up. Non-payment of final call. Final call എന്ത് ചെയ്തിട്ടില്ല? നോൺ പേയ്മെന്റ് കാൾ ഇൻ അരിയർസ്. അപ്പൊ എന്ത് ചെയ്യണം? ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ ടു ഷെയർസ് ഫൈനൽ കാൾ അക്കൗണ്ട്. എത്രയാ? 750 ഷെയർസ് at ₹3 ആണ്. ₹3 2250 രൂപ. 2250 രൂപ. ശരിയല്ലേ? 2250 രൂപ. അപ്പൊ ബാലൻസ് എത്ര അമൗണ്ട് ഇത് ഫൈനൽ കാൾ അല്ലാതെ നമ്മൾ മേടിച്ചിട്ടുണ്ടാകും? 7 രൂപ മേടിച്ചിട്ടില്ലേ? അപ്പോ ഇവിടെ ഷെയർസ് ഫർഫീച്ചറിൽ വരുന്ന അമൗണ്ട് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒരു ഷെയർസ് ഫർഫീറ്റ് ചെയ്യുമ്പോൾ എത്രയാണോ അമൗണ്ട് ഷെയർ ഹോൾഡറുടെ കയ്യിലിരുന്ന് നമ്മൾ മേടിച്ചിട്ടുള്ളതോ ആ അമൗണ്ട് വേണം ഇവിടെ വരാൻ. അപ്പോ 750 ഷെയർസ് എത്ര മേടിച്ചിട്ടുണ്ടാകും? 7 രൂപ മേടിച്ചിട്ടുണ്ടാകും. എത്ര മേടിച്ചിട്ടുണ്ടാകും? 7 രൂപ മേടിച്ചിട്ടുണ്ടാകും. അമൗണ്ട് 5250 രൂപ. 5250 രൂപ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫർഫീച്ചർ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ 750 രൂപ ഷെയർ വെച്ചിട്ടുള്ള മിസ്റ്റർ എക്സ് അല്ലേ? യെസ്, മിസ്റ്റർ എക്സ്. ഇല്ല, എക്സ് ലിമിറ്റഡ് ഫർഫീറ്റഡ്. ഓക്കെ. മിസ്റ്റർ ഏതോ എയോ ബിയോ യാരോ ഒരാൾ 750 ഷെയർ വെച്ചിട്ടുള്ള ഒരാൾ എന്തായിട്ടില്ല? ഷെയർ ഫൈനൽ കാൾ മാത്രം നോൺ പേയ്മെന്റ് 3 രൂപ. അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? അവർക്ക് കൊടുക്കുന്ന അവകാശങ്ങളൊക്കെ കൊടുത്തു. സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ അവർ അടച്ചില്ല. അതുകൊണ്ട് ആ ഷെയർസ് എന്ത് ചെയ്യുന്നു? ഫർഫീറ്റ് ചെയ്യുന്നു. എങ്ങനെ? 10 രൂപ ഫുള്ളി കാൾഡപ്പ് അല്ലേ? അപ്പൊ 10 7500 രൂപ. 750 into 3 ഫൈനൽ കാൾ അമൗണ്ട് ഇവിടെ വരും. ഇത് ഫൈനൽ കാളിന് എഴുതാം, അല്ലെങ്കിൽ കാൾ ഇൻ അരിയേഴ്സിന് എഴുതാം. ഫൈനൽ കാളിന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കാൾ ഇൻ അരിയേഴ്സിന് എഴുതാം. അത് വിഷയമൊന്നുമില്ല. ഷെയർ ഫർഫീച്ചറിൽ വരുന്ന അമൗണ്ട് ഏതാ? ഈ 750 ഷെയർക്ക് എത്ര രൂപയാണോ കമ്പനി ഷെയർ ഹോൾഡറിന്റെ കയ്യിലിരുന്ന് മേടിച്ചിട്ടുള്ളതോ ആ അമൗണ്ട് വേണം അവിടെ വരാൻ. അപ്പൊ എത്ര? 5250. അപ്പോ ബീങ് ജാനുവരിയിൽ അതിന്റെ നെറേഷൻ എഴുതണ്ടേ? ബീങ് എക്സ് ലിമിറ്റഡ് forfeited on 750 shares for non-payment on call in arrears. അങ്ങനെ എന്ത് ചെയ്യണം? എഴുതണം. ശരിയല്ലേ? ഓക്കെ. അപ്പോ അടുത്ത സ്റ്റെപ്പ് ഞാൻ വായിക്കാം. കണക്ക് ദീസ് ഷെയർസ് were reissued. അപ്പോ ഫർഫീറ്റ് ചെയ്ത ഷെയർസിനെ എന്ത് കമ്പനി എന്ത് ചെയ്യുന്നു? റീഇഷ്യൂ ചെയ്യുന്നു. ഫർഫീറ്റ് ചെയ്ത ഷെയർസിനെ എന്തിനു കമ്പനി റീഇഷ്യൂ ചെയ്യുന്നു? റീഇഷ്യൂഡ് അറ്റ് 8 per share fully paid up. 8 per share fully paid up. എவ்வளவு രൂപ? 8 ഷെയർസ് 8 രൂപയ്ക്ക് വിൽക്കുന്നു. ഫർഫീറ്റ് ചെയ്ത ഷെയർസിന് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 8 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ 8 രൂപയ്ക്ക് വില ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലേ? ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോ റീഇഷ്യൂഡ് ജേണൽ എൻട്രീസ് ഏതാ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ. ഷെയർസ് ഡിസ്കൗണ്ട് ഇല്ല. 10 രൂപ ഷെയറിന് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു? 8 രൂപയ്ക്ക് കൊടുക്കുന്നു. 10 രൂപയുടെ ഷെയർസ് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു? 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഷെയർ ഫർഫീച്ചർ ഇവിടെ വരും, ഡിസ്കൗണ്ട് ആയതുകൊണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോ 750 ഷെയർസ് അറ്റ് ₹10 ആണ്. 7500 രൂപയാണ് കിട്ടേണ്ടത് റീഇഷ്യൂ ചെയ്യുമ്പോ. പക്ഷേ കമ്പനി കാൾഡപ്പ് ചെയ്തത് എത്രയാ? 7500 750 into 8 എത്ര? 6000. അപ്പൊ ഇവിടെ എത്ര വരും? 1500. 750 into 2 രൂപ ഡിസ്കൗണ്ടിൽ 10 രൂപ ഷെയർസിന് 8 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 10 രൂപ ഷെയർസിന് എത്ര രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 8 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്?
1500 രൂപ. അപ്പൊ മൊത്തം എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ നരേഷൻ എന്താ? ബീയിങ് forfeited shares reissued at ₹8. അപ്പൊ ഷെയർസ് റീഇഷ്യൂ ചെയ്തു. നെക്സ്റ്റ് റീഇഷ്യൂ ചെയ്തു, ഫർഫീറ്റും ചെയ്തു, റീഇഷ്യൂ ചെയ്തു. ഇപ്പൊ ഇത് നോക്കിക്കേ. ഇപ്പൊ ഇവിടെ ഷെയർസ് ഫർഫീച്ചർ എന്ന് ഇവിടെയും ഉണ്ട്, രണ്ട് സ്ഥലത്തുമുണ്ട്. ഒന്ന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഒന്ന് എന്താ? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതെങ്ങനെ? ഷെയർസ് ഫർഫീറ്റ് ചെയ്യുമ്പോ ആ ഷെയറിൽ നിന്ന് കിട്ടിയ ലാഭമാണ്. അവരുടെ മേടിച്ച ഷെയർ ഹോൾഡറിൽ നിന്ന് മേടിച്ച 7 രൂപ തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ കമ്പനി കിട്ടിയ ലാഭ, ഈ 7 രൂപ കമ്പനി കിട്ടിയ ലാഭമാണ്. ഇവിടെ റീഇഷ്യൂ ചെയ്യുമ്പോ കമ്പനിയിൽ നിന്ന് പോയ 2 രൂപ നഷ്ടമാണ്. അപ്പൊ കമ്പനിക്ക് എത്ര രൂപ ലാഭം? 5 രൂപ ലാഭം. ശരിയല്ലേ? അപ്പോ ഈ രണ്ടിന്റെയും ഡിഫറൻസ് അമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഷെയർസ് ഫർഫീച്ചറിന്റെ ക്രെഡിറ്റ് ബാലൻസും ഷെയർസ് ഫർഫീച്ചറിന്റെ ഡെബിറ്റ് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എങ്ങനെ ഡിഫറൻസ് വരും? 7 രൂപ ഫർഫീറ്റ് ചെയ്യുമ്പോ 7 രൂപ ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? ലാഭം കിട്ടിയിട്ടുണ്ട്. അതേമാതിരി റീഇഷ്യൂ ചെയ്യുമ്പോ 2 രൂപ നഷ്ടമായിട്ടുണ്ട്. 2 രൂപ ഡിസ്കൗണ്ട് കൊടുത്തില്ലേ? അപ്പൊ 2 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടമായിട്ടുണ്ട്. അപ്പോ 5 രൂപ കമ്പനിക്ക് ലാഭമാണ്. ആ ലാഭം, ആ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പൊ ഷെയർസ് ഫർഫീച്ചർ അക്കൗണ്ടിൽ കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എത്ര വരും? 750 × 5 എന്ന് എഴുതിയാലും ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇതിൽ മൈനസ് ചെയ്ത് എഴുതുക. എത്ര വരും? 3750 രൂപ. ബീയിങ് 3750 രൂപ. എന്താ എഴുതണ്ടേ? ബീയിങ് ഷെയർസ് പ്രോഫിറ്റ് ഓൺ ഷെയർസ് ഫർഫീച്ചർ. Profit on shares forfeiture transferred to capital reserve account. അപ്പൊ ഇത് മനസ്സിലായി എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് പാർട്ട് മനസ്സിലായി. അതായത് 750 ഷെയർസ് വന്ന് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്, ഫുള്ളി കാൾഡ് അപ്പ് ആണ്. അവ എന്ത് ചെയ്തിട്ടില്ല? നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കാൾ അമൗണ്ട്. സോ കമ്പനി വിൽ ബി forfeited. The forfeited shares are reissued at ₹8. Forfeited shares are reissued at ₹8. So shares forfeited on 7 rupees or profit on share forfeiture. Shares reissued 2 rupees on discount. So finally profit on shares forfeiture transfer to capital reserve account. Okay, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കണക്ക്. Y Limited forfeited 200 shares of ₹10 each. 200 shares of ₹10 each. Issued at par. അപ്പൊ എങ്ങനെ ഫർഫീറ്റ് ചെയ്യുന്ന എത്ര ഷെയർസാ? 200 ഷെയർസ്. ഫർഫീറ്റ് ചെയ്യുന്ന എത്ര ഷെയർസാ? 200 ഷെയർസ് of ₹10 each. ₹10 each 2000 rupees. ₹10 each 2000 rupees. Okay, അടുത്ത് the non-payment of allotment and call money. Allotment non-payment ആണ്, call money. முந்தின கணக்குல நம்ம பார்த்தோம் கால் மணி மட்டும்தான் என்ன இருந்துச்சு? நான் பேமெண்ட் ஆயிருந்துச்சு. ஆனா இங்க அலாட்மெண்ட் நான் பேமெண்ட், ஷேர் ஃபைனல் காலும் நான் பேமெண்ட். சரிதானே? அப்போ ஷேர்ஸ் அலாட்மெண்ட்ல எவ்வளவு நான் பேமெண்ட்? 2 ரூபாய். எவ்வளவு? 2 ரூபாய். அப்போ 200 × 2 400. 200 ഷെയർ വച്ചിരിക്കக்கூடிய ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല? നോൺ പേയ്മെന്റ് ഓൺ ഷെയർ അലാട്ട്മെന്റും ഷെയർ ഫൈനൽ കാളും. അതില് എന്ത് ചെയ്തിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്, ഫുള്ളി കാൾഡ്
കാളിലപ്പു ആണ്. അപ്പൊ എത്രയായി? 10 രൂപ ഇൻറ്റു 2000 റുപ്പീസ്. ഓക്കെ, ഷെയർ അലാട്ട്മെന്റിൽ എത്ര രൂപ? 2 രൂപ. ഫൈനൽ കാളിൽ എത്രയാ? 3 പെർ ഷെയർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ 3 രൂപ. അപ്പൊ 200 ഇൻറ്റു 3. അപ്പൊ എത്രയാ? 600. അപ്പൊ ഫൈനൽ ഷെയർ ഫർഫീച്ചർ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ആ 200 ഷെയറിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകും? 5 രൂപ കിട്ടിയിട്ടുണ്ടാകും. എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകും? 5 രൂപ കിട്ടുന്ന amount പോസ്റ്റഡ് ഓൺ ദ ഷെയർസ് ഫർഫീച്ചർ. ശരിയല്ലേ? അപ്പോ 200 ഇൻറ്റു 5 1000 രൂപ. അപ്പൊ ഷെയർസ് ഫർഫീച്ചർ മനസ്സിലായോ? 200 ഷെയർസ് വച്ചിരിക്കക്കൂടിയ ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തിട്ടില്ല? ഷെയർ അലാട്ട്മെന്റ് മണിയായ 2 രൂപയും ഷെയർ ഫൈനൽ കാൾ ആയ 3 രൂപയും non payment. So company will be decided to forfeit the 200 shares, 200 shares. അപ്പോ എന്ത് ചെയ്യുന്നു? ഫർഫീച്ചർ ചെയ്തു. 2 രൂപ അലാട്ട്മെന്റ്, 3 രൂപ ഇതും. ഷെയർസ് ഫർഫീച്ചറിൽ എത്ര രൂപ കിട്ടുന്നുണ്ട്? 500 രൂപ കിട്ടാനുണ്ട്. ശരിയല്ലേ? അപ്പോ നെക്സ്റ്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് these shares were reissued. These shares were reissued. അപ്പോ ഫുൾ ഷെയർസ് എന്ത് ചെയ്തു? റീഇഷ്യൂ ചെയ്തു. അപ്പോ കണക്കില് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. മുന്നേ കണക്കേക്കാട്ടിലും ഈ കണക്കിൽ ഇച്ചിരി കൂടി ഡിഫറൻസ് ഉണ്ട്. എന്താ? ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് ഫോർ ₹1400 ഫുള്ളി പെയ്ഡ് അപ്പ്. 1400 ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോ ഷെയറോടെ റേറ്റ് എവ്വളവ്? 2000. ഷെയറോടെ റേറ്റ് എവ്വളവ്? 2000. ശരിയല്ല? ദീസ് ഷെയർസ് ആർ reissued. These shares are reissued. 2000. ശരിയല്ലേ? 2000 രൂപ. 1400 രൂപ ഡ്യൂലി റിസീവ്ഡ്. 1400 രൂപ ഡ്യൂലി റിസീവ്ഡ്. അപ്പോ എത്ര രൂപ കിട്ടാത്തെ? 600 രൂപ കിട്ടാത്തെ. 600 ആണ് കിട്ടാത്തെ. ശരിയല്ലേ? അപ്പോ ഇവിടെ ആ 200 ഷെയർസ്ക്ക് നമ്മൾ മേടിച്ച amount ഇവിടെ ക്രെഡിറ്റ് വെച്ചു. 200 ഷെയർസ്ക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്ത amount എന്ന് വെച്ചാൽ ഇവിടെ ഡെബിറ്റ് വെച്ചു. ശരിയല്ലേ? 600. അപ്പൊ നരേഷൻ നിങ്ങൾ എഴുതുക. അപ്പൊ എന്ത് ചെയ്യും? ഷെയർ ഫർഫീറ്റഡ് ക്രെഡിറ്റഡ് അമൗണ്ടുക്കും ഷെയർസ് ഫർഫീറ്റഡ് ഡെബിറ്റ് അമൗണ്ടുക്കും ഉള്ള ഡിഫറൻസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എങ്ങനെ? ഇവിടെ 1000 രൂപ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 600 രൂപ. ശരിയല്ലേ? അപ്പൊ എത്രയാ? 400 രൂപ ഷെയർസ് ക്യാപിറ്റൽ റിസർവ്. എത്ര രൂപ ക്യാപിറ്റൽ റിസർവില്? 400 രൂപ ക്യാപിറ്റൽ റിസർവ്. അപ്പൊ മനസ്സിലായി തോന്നുന്നു. 200 ഷെയർസ് വച്ചിരിക്കൂടിയ പേഴ്സൺ എന്ത് ചെയ്തിട്ടില്ല? ഷെയർസ് ഫസ്റ്റ് അലാട്ട്മെന്റ് മണിയും ഫൈനൽ കാൾ മണിയും കൊടുത്തിട്ടില്ല. നോൺ പേയ്മെന്റ് ആണ്. ഷെയർസ് ഡ്യൂലി ഫർഫീറ്റഡ്. എത്ര? 5 രൂപ ഇവിടെ റിസീവ് ചെയ്തു. അതേപോലെ റീഇഷ്യൂ ചെയ്തപ്പോ 1400 രൂപ ഫുള്ളി പെയ്ഡപ്പ. 1400 രൂപ ഫുള്ളി പെയ്ഡപ്പ. അപ്പൊ എത്ര രൂപ നഷ്ടം? 600 രൂപ നഷ്ടം. അപ്പോ 1000 നിന്ന് 600 രൂപ 400 രൂപ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. അപ്പൊ ഇത് മനസ്സിലായി കാണും നിങ്ങൾ വിചാരിക്കും. ശരിയല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവാം. നമ്പർ 3. അപ്പോ മൂന്നാമത്തെ കണക്ക്. ഇസറ്റ് ലിമിറ്റഡ് ഫർഫീറ്റഡ് 500 shares of ₹100 each, but 80 called up. 80 called up. The note point, ഒരു ഷെയറോടെ റേറ്റ് 100 രൂപയാണ്. ഒരു ഷെയറോടെ റേറ്റ് 100 രൂപയാണ്. പക്ഷെ 80 രൂപയെ കാൾഡ് ചെയ്തിട്ടുള്ളൂ. 80 രൂപയെ കാൾഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്രയാ ഫർഫീറ്റ് ചെയ്ത? 500 ഷെയർസ്. 500 shares are forfeited at ₹80. 80 കാൾഡപ്പ് ചെയ്തിരിക്കുന്നേ. 80 കാൾഡപ്പ് ചെയ്തിരിക്കുന്നേ. അപ്പൊ 8. അപ്പൊ എത്ര വരും? 40,000 രൂപ. മനസ്സിലായ? നോൺ പേയ്മെന്റ് ഓഫ് അലാട്ട്മെന്റ് മണി 30 രൂപ. അലാട്ട്മെന്റ് മണി 30 രൂപ. അപ്പൊ 500 ഇൻറ്റു 30 15,000. ഓക്കെ, നെക്സ്റ്റ് അതേമാതിരി ഫസ്റ്റ് കോൾ മണി 10 പെർ ഷെയർ. അപ്പോ 500 ഇൻറ്റു 10. അപ്പൊ എത്രയാ? 5000. അപ്പൊ 40 രൂപ 500 ഷെയർക്ക് 40 രൂപ എന്ത് ചെയ്തിട്ടില്ല? നോൺ പേയ്മെന്റ്. അപ്പൊ 40 രൂപ മേടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ മേടിച്ച amount ക്രെഡിറ്റ് ടു ഫർഫീച്ചർ അക്കൗണ്ട്. അപ്പൊ 500 ഇൻറ്റു
40 എത്രയാ 20,000 രൂപ. മനസ്സിലായോ? 100 രൂപ ഷെയർ ആയാലും 80 രൂപയേ ഉള്ളൂ കാൽഡപ്പ്. 80 രൂപയേ ഉള്ളൂ കാൽഡപ്പ്. സോ 80 രൂപ എന്ത് ചെയ്തു? കാൽഡപ്പ് ചെയ്തു. മനസ്സിലായില്ലേ? ഫർ ഫീച്ചർ. നെക്സ്റ്റ് അടുത്ത റീഇഷ്യൂഡ്. These shares were reissued as fully paid up 80 per share. Note the point. 80 രൂപ ഇവിടെ കോൾഡ് അപ്പ്. റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കൊക്കെ റീഇഷ്യൂ ചെയ്യുന്നത്? 80 രൂപയ്ക്ക് തന്നെ റീഇഷ്യൂ ചെയ്യുന്നു. പക്ഷേ ഒരു ഷെയറുടെ റേറ്റ് എത്രയാ? 100 രൂപ. ഒരു ഷെയറുടെ റേറ്റ് എത്രയാ? 100 രൂപ. അപ്പൊ ആ 100 രൂപ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യണം. 100 രൂപ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ 500 ഇൻറ്റ് 100 അപ്പൊ എത്രയാ? 50,000 രൂപയാണ്. ഒരു ഷെയർ ക്യാപിറ്റലില് റീഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടേണ്ട അമൗണ്ട് എത്രയാ? 50,000 രൂപ. ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ 80 കാൽഡപ്പാ. അത് ഇവിടെ മുഖവിലക്ക് എടുക്ക വേണ്ട. ഇവിടെ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഷെയർ ഹോൾഡർ റേറ്റ് 100 രൂപയാണെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് തന്നെ. 80 ഫുള്ളി പെയ്ഡ് അപ്പിനല്ലേ കൊടുത്തിരിക്കുന്നേ? 80 ഫുള്ളി പെയ്ഡ് അപ്പിനല്ലേ കൊടുത്തിരിക്കുന്നേ? ഓക്കെ, അത് എന്ത് ചെയ്തു? എടുത്തു. അപ്പൊ ഇവിടെ 80 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 80 രൂപയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 500 ഇൻറ്റ് 80 40,000 രൂപ. അപ്പൊ എത്രയാ കിട്ടണം? 20 എന്ന് പറയുമ്പോൾ 10,000 രൂപ. മനസ്സിലായോ? ഒരു ഷെയറുടെ റേറ്റ് 100 രൂപ. ഇഷ്യൂ ചെയ്യുമ്പോൾ 80 ആണ് കാൽഡപ്പ്. ആ ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ ആ 80 കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഒരു ഷെയറുടെ റേറ്റ് 100 രൂപയാണെങ്കിൽ 100 രൂപ തന്നെ എടുക്കണം. 80 ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. അപ്പൊ എത്ര രൂപ നമുക്ക് കിട്ടും? 80 രൂപ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. എത്ര കിട്ടും? 80 രൂപ വെച്ച് 40,000 രൂപ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. 40,000 രൂപ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 10,000 രൂപ ഡിസ്കൗണ്ട് ആണ്. 10,000 rupees ഈസ് ഡിസ്കൗണ്ട് ആണ്. ഷെയർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ എത്ര വരും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിസർവ് എത്ര വരും? ഇവിടെ ഷെയർസ് ഫർ ഫീച്ചർ 20,000 രൂപ ക്രെഡിറ്റിലുണ്ട്. ഷെയർസ് ഫർ ഫീച്ചർ ഇവിടെ 10,000 രൂപ ഡെബിറ്റിലുണ്ട്. അപ്പൊ ക്യാപിറ്റൽ റിസർവിൽ എത്രയാ മാറ്റണേ? 10,000 രൂപയാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നറേഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അപ്പൊ ഇത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കണക്കിലേക്ക് പോകാം. സ്വാമി സ്റ്റീൽസ് കമ്പനി forfeited 800 shares of rupees 10 each. 800 shares of rupees 10 each. അപ്പോ 800 shares ആണ് of rupees 10 each. എത്രയാ? 8,000. 800 shares ആണ് of rupees 10 each. 8,000 രൂപ. മനസ്സിലായോ? അപ്പൊ 800 ഷെയർ ആണ് ഫർഫീറ്റ് ചെയ്തത്. നോൺ പേയ്മെന്റ് എന്താ? ഫൈനൽ കോൾ മണി 3 രൂപയാണ് നോട്ട് റിസീവ്ഡ്. നോൺ പേയ്മെന്റ് എത്രയാ? ഫൈനൽ കോൾ മണി. അപ്പോ 800 ഇൻറ്റ് 3 അപ്പൊ എത്രയാ? 2,400. അപ്പൊ ഷെയർസ് ഫർ ഫീച്ചർക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്ര ട്രാൻസ്ഫർ ചെയ്യണം? 800 ഇൻറ്റ് 7 5,600 രൂപ. 5,600 രൂപ. 800 ഷെയർസ് ആണ് നോൺ ഫർ ഫീച്ചർ ചെയ്യുന്നത്. ഫോർ ദ ഫെയിൽസ് ടു പേ കോൾ മണി ഓഫ് ₹3. ഫെയിൽസ് ടു പേ കോൾ മണി ഓഫ് ₹3. 3 രൂപ ചെലുത്താത്ത കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഷെയർസിനെ ഫർഫീറ്റ് ചെയ്യുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? അപ്പോ അടുത്ത് ആ ഷെയർസിനെ ബട്ട് ഔട്ട് ഓഫ് ദീസ് ഈ 800 ഷെയറില് 600 ഷെയർസ് were reissued. 600 ഷെയർസ് were reissued as fully paid up 8 per share. 600 ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. 600 ഷെയർസ് ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോ 600 ഇൻറ്റ് 10 6,000 രൂപ. എത്ര രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നത്? 8 രൂപയ്ക്ക്. അപ്പോ 4,800 2 രൂപ 1,800. സാർ നോക്കണം,
800 ഷെയർ ഫർഫീറ്റ് ചെയ്തതില് 600 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. 600 ഷെയർസ് മാത്രമേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോഴും 200 ഷെയർ റിസർവിൽ കിടപ്പുണ്ട്. ശരിയല്ലേ? അപ്പോ 600 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ റിസർവ് എത്ര എമൗണ്ട് മാറ്റണം? നാം പല കണക്കിൽ പറഞ്ഞു 800 ഷെയർസ് ഇഷ്യൂ ചെയ്ത് 800 ഷെയർ ഫർഫീറ്റ് ചെയ്ത് 800 ഷെയർ റീഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഈ ഫർഫീച്ചറിന് ഉള്ള ഡിഫറൻസ് എടുത്തെഴുതാം. പക്ഷെ ഇവിടെ ഇങ്ങനെ പറ്റത്തില്ല. ഇവിടെ എന്ത് ചെയ്യില്ല, പറ്റത്തില്ല. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എങ്ങനെയാ സാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 800 ഷെയർക്ക് 5600 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ഉണ്ട് ഫർഫീച്ചറിൽ. അപ്പൊ അത് എത്രയ്ക്കാ മാറ്റണം? 600 ഷെയർക്ക് എത്രയാ നോക്കണം. 600 ഷെയർക്ക് എത്രയാ നോക്കണം. 600 ഷെയർക്ക് എത്രയാ? 600 ഇൻറ്റ് 7 എത്രയാ? 4200 രൂപ. 800 ഷെയർസ് ഫർഫീറ്റ് ചെയ്തതില് 600 ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യக்கூடிய അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഇവിടെ 800 ഷെയർ എന്ന് പറയുന്നത് എത്രയ്ക്കാ മാറ്റണം? 600 ഷെയർക്ക് എത്രയാ നോക്കണം. 600 ഷെയർസ്ക്ക് എത്രയാ നോക്കണം? എത്ര? 4200 രൂപ മാത്രമേ ക്രെഡിറ്റ് ഉള്ളൂ. അപ്പോ ഈ 1200 പോക 3000 രൂപ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. 3000 രൂപ ക്യാപിറ്റൽ റിസർവ്. മനസ്സിലായോ? കുറച്ചും കൂടി ഡിഫറെന്റാ. ഇപ്പൊ ഇതിന് മുമ്പത്തെ 3 കണക്ക് നോക്കിയതില് ഈ കണക്ക് ഇച്ചിരി കൂടി ഡിഫറെന്റാ. എങ്ങനെ? 800 ഷെയർ ഫർഫീറ്റ് ചെയ്തു, 600 ഷെയർ റീഇഷ്യൂ ചെയ്തതില് ക്യാപിറ്റൽ റിസർവ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടെ 600 ഷെയറിലേക്ക് മാറ്റി ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ലാസ്റ്റ് കണക്ക്, അഞ്ചാമത്തെ കണക്ക് എന്താ പറഞ്ഞിരിക്കണേ? എം ലിമിറ്റഡ് forfeited 80 shares of rupees 10 each, 7 called up. 80 shares of rupees 10 each, 7 called up. അപ്പോ 80 into 7 ആണ് 560 രൂപ. നോൺ പേയ്മെന്റ് എന്താ? 5 shares called up, on which rupees 5 per shares was received. 5 per shares received. അപ്പൊ എന്നാ അർത്ഥം? 2 രൂപ റിസീവ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഫൈനൽ കാൾ എത്രയാ? 2 രൂപ. അപ്പൊ 80 ഇൻറ്റ് 2 160 രൂപ. 80 ഇൻറ്റ് 5 അല്ലേ മേടിച്ചിരിക്കുന്നത്? അപ്പൊ 400 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പൊ 80 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പുള്ളി, ഒരു എന്താ പറയാ, ഷെയർ ഹോൾഡേഴ്സ് 5 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 7 കാൽഡപ്പിൽ 5 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഷെയർസ് വേർ ഫർഫീറ്റഡ്. അപ്പൊ 5 രൂപ എത്രയാ? 400 രൂപ മേടിച്ചിട്ടുള്ളൂ. 560. അപ്പൊ 2 രൂപ എന്ത് ചെയ്തില്ല? മേടിച്ചിട്ടില്ല. ശരിയല്ലേ? ബട്ട് അടുത്തത് നോക്കുക. ഔട്ട് ഓഫ് ദീസ് 80 ഷെയറില് 50 ഷെയർസ് റീഇഷ്യൂഡ്. 50 ഷെയർസ് റീഇഷ്യൂഡ് 11 പെർ ഷെയർസ്. ഒരു ഷെയറുടെ റേറ്റ് 10 രൂപയാണ്. ഷെയറുടെ റേറ്റ് എത്രയാ? 10 രൂപയാണ്. പക്ഷേ 11 രൂപയ്ക്കാണ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രയില്ല? ഷെയർ പ്രീമിയത്തില ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഷെയർസ് പ്രീമിയത്തില ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എത്ര ഷെയർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 50. 50 ഇൻറ്റ് 10 500. ശരിയല്ലേ? 1 രൂപ ഷെയർ പ്രീമിയം. അപ്പൊ 2 ഷെയർ പ്രീമിയം. 2 ഷെയർ പ്രീമിയം എത്ര? അക്കൗണ്ട് 50 ഇൻറ്റ് 1 50 590. അപ്പൊ എത്ര മേടിക്കും? 550. അപ്പൊ 50 ഷെയർസ് ഇൻറ്റ് 11 രൂപ വെച്ച് മേടിക്കും 550. പക്ഷേ ഈ കണക്കില് എന്തില്ല? ഷെയർസ് ഡിസ്കൗണ്ടിലല്ല ഇഷ്യൂ ചെയ്തത്, പ്രീമിയത്തിലെ ഇഷ്യൂ ചെയ്തത്. ഡിസ്കൗണ്ടിലല്ല ഇഷ്യൂ ചെയ്തത്, പ്രീമിയത്തിലെ ഇഷ്യൂ ചെയ്തത്. അപ്പോ പ്രീമിയത്തിലെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരില്ല? ഷെയർസ് ഫർഫീറ്റഡ് വരില്ല. ഷെയർസ് ഫർഫീറ്റഡ് വരില്ല. അപ്പൊ എങ്ങനെയാ സാർ ക്യാപിറ്റൽ റിസർവ് വരുന്നത്? എങ്ങനെയാ സാർ ക്യാപിറ്റൽ റിസർവ് വരുന്നത്? ഇപ്പൊ എങ്ങനെയാ സാർ ക്യാപിറ്റൽ റിസർവ് വരുന്നത്? ഇപ്പൊ എത്ര ഷെയർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 50 ഷെയർ അല്ലേ? 80 ഷെയർക്ക് ഇവിടെ 400 രൂപ ആണെങ്കിൽ 50 ഷെയർസ് എത്രയാ? 250. ഓക്കെ.
ഫർഫീറ്റഡ് ചെയ്യുമ്പോ 80 ഷെയർ ഫർഫീറ്റ് ചെയ്തു, 50 ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ 50 ഷെയർക്ക് എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും? എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും? എത്ര മേടിച്ചിട്ടുണ്ട്? 250. അപ്പൊ 250 രൂപ അവരെ ഷെയർ ഫർഫീറ്ററില് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഷെയർ ഫർഫീറ്ററില് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇവിടെ ഷെയർസ് ഫർഫീറ്റഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ amount ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എത്ര? 250. അപ്പൊ ഇത്രയും കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കണക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. ഈ കണക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. പഠിപ്പിച്ചു കൊടുത്തത് ബുക്കിലുണ്ട്, ഇല്ലസ്ട്രേഷൻ ആയിട്ടുണ്ട്, പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ടും ഉണ്ട്. ചില ആ കണക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. 2 മാർക്ക് ചോദ്യത്തിൽ വരാം. 2 മാർക്കിന് ഇത്രയും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതേപോലെ ഒരു 3 കൊടുത്തിട്ട് 5 മാർക്കിൽ ചോദിക്കും. 5 മാർക്കിൽ ചോദിക്കും. ശരിയല്ലേ? അപ്പോ എന്തായാലും ഇത് വരുന്നത് ഉറപ്പാ. ഒരു 2 മാർക്കിൽ കിട്ടാവുന്ന ഇതാണ്. സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാ. ശരിയല്ലേ? ഓക്കെ, carefully watch the video, full video, do not miss. Okay, miss பண்ணாம கேர்ஃபுல்லா ஃபுல் வீடியோவும் பாருங்க. ஏதாவது டவுட் இருந்தா கண்டிப்பா கூப்பிடலாம். ஓகே, thank you students. Okay, bye.